അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 50-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ബ്രഹ്മാവിന്റെ സ്തുതിയാണ് ഈ ശ്ലോകങ്ങളിൽ. സിന്ധൂദ്ഭവാപിന ഹരിം പ്രതിബോധിതും വൈ ശക്താപതിം തവ വശാനുഗമദ്യ ശക്തിയാ മന്യേ ത്വയാ ഭഗവതി പ്രസഭം രമാപി പ്രസ്ഥാപിതാ ന ബുബുധേ വിവശീകൃതേവ. ധന്യാസ്ത ഏവ ഭുവി ഭക്തിപരാസ്തവാംഘ്രൗ ത്യക്ത്വാന്യദേവ ഭജനം ത്വയി ലീനഭാവാ. കുർവന്തി ദേവി ഭജനം സകലം നികാമം ജ്ഞാത്വാ സമസ്തജനനിം കില കാമധേനും. ധീകാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദയസ്തേ വിഷ്ണോർഗുണാസ്തു പരിഹൃത്യ ഗതാ ക്വചാദ്യ. ബന്ധീകൃതോ ഹരിരസൗ നനു നിദ്രയാത്ര ശക്തിയാ തവൈവ ഭഗവത്യതിമാനവത്യാ. ത്വം ശക്തിരേവ ജഗതാമഖില പ്രഭാവാ. ത്വം നിർമ്മിതം ച സകലം ഖലു ഭാവമാത്രം. ത്വം ക്രീഡസേ നിജവിനിർമ്മിത മോഹജാലേ. നാട്യേ യഥാ വിഹരതേ സ്വകൃതേ നട്ടോ വൈ. വിഷ്ണുസ്ത്വയാ പ്രകടിത പ്രഥമം യുഗാദൗ. ദത്താ ച ശക്തിരമലാ ഖലു പാലനായ. ത്രാതം ച സർവമഖിലം വിവശീകൃതോദ്യ. യദ്രോചതേ തവ തഥാംബ കരോഷി നൂനം.
സൃഷ്ട്വാത്ര മാം ഭഗവതി പ്രവിനാശിതും ചേൽ നേച്ഛാസ്തി തേ കുരുദയാം പരിഹൃത്യ മൗനം കസ്മാദിമൗ പ്രകടിതൗ കില കാലരൂപൗ യദ്വാ ഭവാനി ഹസിതും नु കിമിച്ഛസേ മാം ജ്ഞാതം മയാ തവ വിചേഷ്ടിതമദ്ഭുതം വൈ കൃത്വാഖിലം ജഗദിദം രമസേ സ്വതന്ത്ര ലീനം കരോഷി സകലം കില മാം തഥൈവ ഹന്തും ത്വമിച്ഛസി ഭവാനി കിമത്ര ചിത്രം കാമം കുരുഷ്വ വധമദ്യ മമൈവ മാതർദുഃഖം ന മേ മരണജം ജഗദംബികേത്ര കർത്താ ത്വയൈവ വിഹിത പ്രഥമം സ ചായം ദൈത്യാഹതോധ മൃത ഇത്യയശോ ഗരിഷ്ഠം ഉത്തിഷ്ഠ ദേവി കുരുരൂപമിഹാദ്ഭുതം ത്വം മാം വാ ത്വിമൗ ജഹി യഥേച്ഛസി ബാലലീലേ നോ ചേൽ പ്രബോധയ ഹരിം നിഹനേതി മൗയ ത്വൽസാധ്യമേതദഖിലം കില കാര്യജാതം സൂത ഉവാച ഏവം സ്തുതാ തദാ ദേവി താമസീ തത്ര വേധസാ നിസൃത്യ ഹരിദേഹാത്തു സംസ്ഥിതാ പാർശ്വതസ്തദാ ത്യക്ത്വാംഗാനി ച സർവാണി വിഷ്ണോരതുല തേജസാ നിർഗതാ യോഗനിദ്രാസാ നാശായ ച തയോസ്തദാ വിസ്പന്ദിത ശരീരോസൗ യദാ ജാതോ ജനാർദ്ദന ധാതാ പരമികാം പ്രാപ്തോ മുദം ദൃഷ്ട്വാ ഹരിം തഥാ. ശ്രീ ജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ സപ്തമോധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഭാഷാഗാനമായി ദേവി ഭാഗവത തർജ്ജമയായി ഇവിടെ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ നിന്റെ ശക്തിക്കു വിധേയനായി കിടക്കുന്ന അച്യുതനെ ഉണർത്തുവാൻ ഭാര്യയാകുമാപ്തിജയം ലക്ഷ്മിക്കും കഴിയുന്നില്ല ഭഗവതി, അറിയാത്തതുപോലവേ നടിച്ചിടുന്നു. നീയല്ലോ കാമധേനുവും സർവലോകത്തിനുമമ്മ, നീയല്ലാത്ത ദേവന്മാരെ ഭജിച്ചിടാതെ നിന്നിൽ മനം ചേർത്തു നിഷ്ഠയോടെ പാദ പങ്കജത്തിൽ നിസ്തൂലമാം ഭക്തിയുള്ളോ ലോകത്തിൽ ധന്യ. നിന്റെ ധിയും കാന്തി കീർത്തി ശുഭവൃത്തി ഇത്യാദികൾ വിഷ്ണുവിൻ്റെ ഗുണങ്ങളെ നശിപ്പിച്ചിട്ട് എവിടെ പോയി ഹരിതാനും അഭിമാനവതിയായ നിദ്രാശക്തി കൊണ്ടു തന്നെ ബന്ധനസ്ഥനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജഗത്തിൻ സർവവൈഭവം ചേർന്ന ശക്തി നീയുതാനെ, ജഗൽ സൃഷ്ടിയ വീടുത്തെ സങ്കല്പം മാത്രം. സ്വന്തം നാട്യശക്തി തന്നിൽ വിഹരിക്കും നടനെ പോൽ സ്വമായയിൽ ഈശ്വരി നീ വിളയാടുന്നു.
യുഗാരംഭത്തിൽ നീയോ വിഷ്ണുവിനെയും സൃഷ്ടിച്ചല്ലോ. യുക്തമായ ശക്തി നൽകി ജഗദ്രക്ഷയ്ക്കായി യോഗ്യമായ പോലെ ഹരി സർവലോക രക്ഷ ചെയ്തു. യോഗമായേ വിവശനായി എല്ലാം നിന്നിഷ്ടം. എന്നെ സൃഷ്ടിച്ചതാം ദേവി ഞാൻ നശിക്കാൻ മോഹമില്ലേ. എന്നോടു ദയ കാണിക്കൂ, മൗനം വെടിയൂ. എന്തിനാണു ദൈത്യന്മാരെ എന്റെ മുന്നിലെത്തിച്ചത്? എന്നെ പരിഹസിക്കാനോ നിന്റെ ആഗ്രഹം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അറിയുന്നു നിന്റെ കർമ്മം അത്യദ്ഭുതം തന്നെ ദേവി. അഖിലവും ദേവി നീതാൻ സൃഷ്ടിച്ചിടുന്നു. അതുമായി ബന്ധമില്ല അവസാനം നിന്നില്ലയം. അടിയനെ കൊല്ലാനും നീ ആഗ്രഹിക്കുന്നു. അമ്മേ എന്നെ ഇപ്പോൾ തന്നെ കൊന്നിടുക ജഗദംബെ. അടിയനു അശേഷവും ദുഃഖമതില്ല. ആദ്യ സൃഷ്ടികർത്താവാം ഞാൻ ദൈത്യനാലെ കൊല്ലപ്പെട്ടു. അപകീർത്തി അതിനേക്കാൾ വലുതായുണ്ടോ? അത്ഭുതമാം രൂപത്തോടെ ഉണരുക ഇച്ഛ പോലെ. എന്നെയോ ദൈത്യന്മാരെയോ നിഗ്രഹിക്കുക. ഹരിയെയുണർത്തിയിടുക, അദ്ദേഹം ദൈത്യരെ കൊല്ലും. ഇവയെല്ലാം നിനക്കു സാധ്യമാണല്ലോ. ഇവയെല്ലാം നിനക്കു സുസാധ്യമാണല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഹംസവാഹൻ സ്തുതിച്ചപ്പോൾ താമസശക്തി രൂപിണി ഹരിദേഹം വിട്ടു ചാരയായി നിന്നല്ലോ. അതുല്യമാം തേജസ്സോടെ വിഷ്ണുദേഹം വിട്ടു ദേവി. അസുരരെ കൊല്ലുവാനായി യോഗനിദ്രയും. ഹരിയുടെ ശരീരമാം നിദ്രാമുക്തമായി ചലിച്ചു. ഹരിദർശനത്താൽ ബ്രഹ്മൻ സന്തോഷിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ജഗജ്ജനനിയായ ആ ഭഗവതിയുടെ അവദാനങ്ങളെ പാടിക്കൊണ്ട് അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന്
51 ദിവസത്തിലേക്ക് എത്തുമ്പോൾ 51 അക്ഷരങ്ങളുടെയും ആദികാരണമായിരിക്കുന്ന അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചും കൊണ്ട് ദേവീഭാഗവതം പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ബ്രഹ്മാവ് യോഗനിദ്രാദേവിയെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. സിന്ധൂദ്ഭവാപി നഹരിം പ്രതിബോധിതും വൈ ശക്താപതിം തവ വശാനുഗമദ്യ ശക്തിയാ മന്യേ ത്വയാ ഭഗവതി പ്രസഭം രമാപി പ്രസ്ഥാപിത ന ബുബുധേ വിവശീകൃതേവ. അമ്മേ, അവിടുത്തെ ശക്തിക്ക് വിധേയനായി കിടന്നുറങ്ങുന്ന തൻ്റെ ഭർത്താവിനെ, ആ ഹരിയെ ഉണർത്താൻ സിന്ധുജയായ ലക്ഷ്മിക്ക് പോലും, സിന്ധൂദ്ഭവാപി, ആ സമുദ്രത്തിൽ നിന്നുമുണ്ടായ സിന്ധുജ എന്നറിയപ്പെടുന്ന ലക്ഷ്മി ദേവി പോലും ഇപ്പോൾ അശക്തയാണ്. ഭഗവതി, ആ രമയെയും നീ ബലാലിറക്കി വിട്ടതുകൊണ്ട് വിവശയെപ്പോലെ ന ബുബുധേ, ഒന്നും അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ധന്യാസ്ത ഏവ ഭുവി ഭക്തിപരാസ്തവാഘ്നൗ ത്യക്താന്യദേവ ഭജനം ത്വയി ലീനഭാവ കുർവന്തി ദേവി ഭജനം സകലം നികാമം ജ്ഞാത്വാ സമസ്തജനനിം കില കാമധേനും. അമ്മേ, അവിടുന്ന് കാമധേനുവാണ്, സമസ്ത ലോകത്തിൻ്റെയും അമ്മയാണ്. അങ്ങനെ അറിഞ്ഞിട്ട് പോലും മറ്റു ദേവന്മാരെ ഒന്നും ഭജിക്കാതെ നിന്നിൽ മനസ്സുവെച്ച് നിന്റെ ആ തരളമായ സരളമായ ഭാവത്തിൽ നിഷ്ഠയോടെ നിന്റെ പാദകമലത്തിൽ ഭക്തിപരന്മാരായി ഭജിക്കുന്നവർ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാർ. ഉറപ്പിക്കുന്നു ബ്രഹ്മാവ്. ധന്യാസ്ത, അവരാണ് ലോകത്തിലെ ഏറ്റവും ധന്യന്മാർ, ഏറ്റവും ഭാഗ്യവാന്മാർ. ധീ കാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദയസ്തേ വിഷ്ണോർഗുണാസ്തു പരിഹൃത്യ ഗദാക്വചാദ്യ ബന്ധീകൃതോ ഹരിരസൗ നനു നിദ്രയാത്ര ശക്തിയാ തവൈവ ഭഗവത്യതിമാനവത്യ. ദേവി, അവിടുത്തെ ധീ, കാന്തി, കീർത്തി, ശുഭവൃത്തി, ഗുണങ്ങൾ, ഇതൊക്കെ വിഷ്ണുവിൻ്റെ ഗുണങ്ങളെ നശിപ്പിച്ചിട്ട് എങ്ങോട്ട് പോയി? ഹരി ഇപ്പോൾ അതിമാനവതിയായിരിക്കുന്ന നിദ്രാശക്തി കൊണ്ട് തന്നെ ബന്ധീകൃതോ, ബന്ധനസ്ഥനും ആയിരിക്കുന്നു. നിദ്രയിൽ നിന്ന് ഉണരാൻ ഹരിക്ക് സാധിക്കുന്നില്ല. ത്വം ശക്തിരേവ ജഗതാമഖില പ്രഭാവ. അമ്മേ, ഈ ലോകത്തിൻ്റെ സമസ്ത വൈഭവവും ഉൾക്കൊള്ളുന്ന ശക്തിയാണ് നീയ്. ത്വം നിർമ്മിതം ച സകലം ഖലു ഭാവമാത്രം. നിന്റെ ഭാവം കൊണ്ട്, സങ്കല്പം കൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ത്വം ക്രീഡസേ നിജവിനിർമ്മിത മോഹജാലേ. സ്വന്തം നാട്യത്തിൽ വിഹരിക്കുന്ന നടൻ എന്നതുപോലെ നിന്റെ സൃഷ്ടിയായ ഈ മോഹജാലത്തിൽ, മായയിൽ നീ പലതരത്തിലുള്ള ലീലകൾ ആടുകയും ചെയ്യുന്നു. നാട്യോ യഥാ വിഹരത്തെ സ്വകൃതോ നടോ വൈ ത്വം ക്രീഡസേ നിജവിനിർമ്മിത മോഹജാലേ. വിഷ്ണുസ്ത്വയാ പ്രകടിത പ്രഥമം യുഗാദൗ ദത്താ ച ശക്തിരമലാ ഖലു പാലനായ ത്രാതം ച സർവമഖിലം വിവശീകൃതോദ്യ യദ്രോചതേ തവ തഥാംബ കരോഷി നൂനം. യുഗത്തിൻ്റെ ആരംഭത്തിൽ, പ്രഥമം യുഗാദൗ, നീ തന്നെ ദത്താച, വിഷ്ണുവിനെ, വിഷ്ണുസ്ത്വയാ പ്രകടിത, വിഷ്ണുവിനെ സൃഷ്ടിച്ച് ജഗത്പാലനത്തിനുള്ള പവിത്രമായ അമലാശക്തി ദത്താച ഖലു പാലനായ, ഈ പാലനശക്തി ദേവി വിഷ്ണുവിന് നൽകി. എല്ലാ ജഗത്തിനെയും, ത്രാതം ച സർവമഖിലം വിവശീകൃതോദ്യ, എല്ലാ ലോകത്തെയും അദ്ദേഹം രക്ഷിച്ചു. ഇന്നിപ്പോൾ എന്തായി? വിവശീകൃത അദ്യ, ഇപ്പൊ വിവശനായി തീർന്നിരിക്കുന്നു. അമ്മയ്ക്ക് രുചിച്ചത്
അമ്മ ചെയ്യുന്നു. യദ്രോചതേ തവ തഥാംബ കരോഷി നൂനം. അമ്മയുടെ സങ്കല്പമാണ് ഈ ലോകത്തിൽ നടപ്പാവുന്നത്. അമ്മയുടെ താല്പര്യമാണ്, അമ്മയുടെ ചിന്തയാണ് ഇവിടെ നടപ്പാവുന്നത്. സൃഷ്ട്വാത്ര മാം ഭഗവതി പ്രവിനാശിതും ചേൽ നേച്ഛാസ്തി തേ കുരുദയാം പരിഹൃത്യ മൗനം കസ്മാദിമൗ പ്രകടിതൗ കില കാലരൂപൗ യദ്വാ ഭവാനി ഹസിതും नु കിമിച്ഛസേ മാം. എന്നെ സൃഷ്ടിച്ചിട്ട് നശിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, എന്നെ സൃഷ്ടിച്ചതും നീ തന്നെയാണ്. പ്രവിനാശിതും ചേൽ, അങ്ങനെയാണെങ്കിൽ മൗനം വെടിഞ്ഞ് കുരുദയാം, ആ എന്നോട് ദയ കാണിക്കണേ. കസ്മാദിമൗ പ്രകടിതൗ കില കാലരൂപൗ, യമതുല്യരായിട്ടുള്ള 2 അസുരന്മാര് എൻ്റെ മുമ്പിൽ വന്നേക്കാണ്. എന്തിനാണ് അമ്മയെ അവരെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചത്? അല്ലെങ്കിൽ എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണോ ദേവി ഇത്തരത്തിൽ ചെയ്യുന്നത്? യദ്വാ ഭവാനി ഹസിതും नु കിമിച്ഛസേ മാം, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണോ അമ്മേ അവരിന്ന് ഈ 2 പേരെ എൻ്റെ അടുത്തേക്ക് അയച്ചത്? ജ്ഞാതം മയാ തവ വിചേഷ്ടിതം അത്ഭുതം വൈ, നിന്റെ ഓരോ കർമ്മങ്ങളും അത്ഭുതകരമാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. കൃത്വാഖിലം ജഗതിതം രമസേ സ്വതന്ത്ര, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഇപ്പോഴും അതിനോടൊരു ബന്ധവുമില്ലാതെ സ്വതന്ത്രയായിട്ടിരിക്കുന്നു. ലീനം കരോഷി സകലം കില മാം തഥൈവ, എല്ലാം നിന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഹന്തും ത്വമിച്ഛസി ഭവാനി കിമത്ര ചിത്രം, ഇപ്പോൾ എന്നെ കൊല്ലാനും ആഗ്രഹിക്കുന്നു. ഇതിലെന്താണ് അത്ഭുതം? കാമം കുരുഷ്വ വധമദ്യമമൈവ മാതർ ദുഃഖം നമേ മരണജം ജഗദംബികേത്ര കർത്താത്വയൈവ വിഹിത പ്രഥമം ചായം പ്രഥമം സ ചായം ദൈത്യാഹതോധമൃത ഇത്യശോ ഗരിഷ്ഠം. അമ്മേ, എന്നെ ഇപ്പോൾ കൊന്നോളൂ. മരിക്കുന്നതിൽ എനിക്ക് അശേഷം പോലും ദുഃഖമില്ല. കാരണം നീ സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടികർത്താവാണ് ഞാൻ. ഞാൻ ദൈത്യനാൽ കൊല്ലപ്പെട്ടു എന്ന അപകീർത്തി വളരെ വലുതല്ലേ അമ്മയ്ക്ക്? എനിക്ക് എന്തായാലും ഒന്നുമില്ല. അമ്മ സൃഷ്ടിച്ചു, അമ്മയുടെ സങ്കല്പം കൊണ്ട് ഞാൻ ഇല്ലാതെയായി. അതുകൊണ്ട് ഉത്തിഷ്ഠ ദേവി കുരുരൂപമിഹ അത്ഭുതം ത്വം മാം വാ ത്യുമൗജഹി യഥേച്ഛസി ബാലലീലേ നോചേൽ പ്രബോധയ ഹരിം നിഹനേതിമൗ യാ ത്വൽസാധ്യമേതദഖിലം കില കാര്യജാതം. ദേവി, ഈ അത്ഭുതകരമായ രൂപത്തോടുകൂടി എഴുന്നേൽക്കൂ. ഹേ ബാലലീലേ, നിന്റെ ഇച്ഛയ്ക്ക് യോജിച്ച തരത്തിൽ എന്നെയോ അല്ലെങ്കിൽ ദൈത്യന്മാരെയോ ആരെയാണോ കൊല്ലണം എന്ന് നീ വിചാരിക്കുന്നത് ആ രീതിയിൽ ചെയ്യൂ. ഇനി അതല്ല, ഹരിയെ ഉണർത്തുകയാണ് നിന്റെ സങ്കല്പമെങ്കിൽ ഹരിയെ ഉണർത്തിയാലും ആ ഹരി ഇവരെ 2 പേരെയും ഹനിച്ചുകൊള്ളും, ഇവരെ ഇല്ലാതെയാക്കിക്കൊള്ളും. ഇതൊക്കെ അവിടുത്തേക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ്. ത്വൽസാധ്യമേതദഖിലം, ഇത് മുഴുവൻ അങ്ങയ്ക്ക്, അമ്മയ്ക്ക് സുസാധ്യവുമാണ്. സൂതൻ പറയുകയാണ്, ഏവം സ്തുതാ തഥാ ദേവി താമസീ തത്ര വേധസ നിസൃത്യ ഹരിദേഹാത്തു സംസ്ഥിത പാർശ്വതസ്തദാ. ബ്രഹ്മാവ് ഇങ്ങനെ സ്തുതിച്ചപ്പോൾ ഹരിയിൽ നിന്നും താമസശക്തി സ്വരൂപിണിയായിരിക്കുന്ന നിദ്രാദേവി ഹരിയുടെ ദേഹത്തു നിന്നും പുറത്തു വന്ന് അവിടെ അടുത്തിങ്ങനെ നിന്നു. ത്യക്വാംഗാനി ച സർവാണി വിഷ്ണോരതുല തേജസ നിർഗത യോഗനിദ്രാസ നാശായ ച തയോസ്തദാ. അതുല്യമായ അതുല തേജസ്സോടുകൂടി വിഷ്ണുവിൻ്റെ അംഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ അസുരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി സാ യോഗനിദ്ര, ആ യോഗനിദ്രാദേവി പുറത്തേക്ക് വന്നു. നിർഗത വിസ്പന്ദിത ശരീരോസൗ യഥാ ജാതോ ജനാർദ്ദന ധാതാ പരമികാം പ്രാപ്തോ മുദം ദൃഷ്ട്വാ ഹരിം തഥാ.
ഹരിയുടെ ശരീരത്തിൽ നിന്ന്, ജനാർദ്ദനിൽ നിന്ന് നിദ്രാദേവി മാറിപ്പോയപ്പോൾ, നിദ്രയിൽ നിന്ന് നിർമുക്തമായപ്പോൾ ചലിക്കാൻ തുടങ്ങി ഭഗവാൻ. ആ ഭഗവാനെ കണ്ട്, ആ ഹരിയെ കണ്ട് ദൃഷ്ട്വാഹരിം വളരെ സന്തോഷിച്ചു ബ്രഹ്മാവ് എന്ന് പറയുന്ന 50-ാമത്തെ ശ്ലോകത്തോടുകൂടി 7-ാമത്തെ അധ്യായം സമർപ്പിക്കുകയാണ്. ആരാധ്യ ദേവതാ നിർണയം എന്ന 8-ാമത്തെ അധ്യായം നമുക്ക് നാളെ അനുസ്മരിക്കാം. ജഗദംബിക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരിലും ഭക്തി നിറയ്ക്കട്ടെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു.
ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.